ഏവർക്കും ഹിദ മീഡിയ തെർബിയ വിങ്ങിലേക്ക് സ്വാഗതം. ലോകാവസാനം അടുക്കുമ്പോഴുള്ള ചില ചെറിയ അടയാളങ്ങൾ. ലോകാവസാനം അടുക്കുമ്പോൾ മനുഷ്യരിൽ ആദ്യം നഷ്ടമാവുക വിശ്വാസ്യതയാണ്, അഥവാ പരസ്പരമുള്ള വിശ്വാസം നശിക്കും. ചെരുപ്പില്ലാതെ മരുഭൂമിയിൽ നടന്ന അറബികൾ ഉയരം കൂടിയ കെട്ടിടമുണ്ടാക്കുന്നതിൽ മത്സരിക്കും. മനഃപൂർവ്വം കള്ളം പറയുന്നവർ വ്യാപിക്കും. വാളിനേക്കാൾ മൂർച്ചയുള്ള നാവുള്ള മനുഷ്യർ രംഗത്ത് വരും. കൊലപാതകങ്ങൾ പെരുകും. കൊല്ലുന്നവനറിയില്ല താനെന്തിനാണ് കൊല്ലുന്നതെന്ന്. കൊല്ലപ്പെടുന്നവനും അറിയില്ല അവനെന്തിനാണ് കൊല്ലപ്പെടുന്നതെന്ന്. വ്യഭിചാരം വർദ്ധിക്കും. ജനം അത് പരസ്യമായി ചെയ്യും. കള്ളസാക്ഷ്യം പെരുകും. സത്യസന്ധൻ കള്ളനാക്കപ്പെടും. കള്ളനെ സത്യസന്ധനാക്കപ്പെടും. ഏറ്റവും വലിയ നീചൻ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യവാനായി മാറും. മാതാപിതാക്കൾ അവഗണിക്കപ്പെടും. അങ്ങാടികൾ അഥവാ മാർക്കറ്റുകൾ തമ്മിലുള്ള ദൂരം കുറഞ്ഞു വരും. പേനയുടെ പ്രകടനം, ഗ്രന്ഥങ്ങളുടെ വ്യാപനം അഥവാ എഴുത്തുകാർ വർദ്ധിക്കും. മുസ്ലിം പള്ളികൾ അലങ്കരിക്കപ്പെടും. പക്ഷേ അതിനകത്തെ ആളുകളുടെ മനസ്സുകളിൽ ഭക്തി ഉണ്ടാവില്ല. സമയം വളരെ വേഗത്തിൽ കടന്നുപോകും. പണം ഏതു വഴിക്കാണ് ഉണ്ടാക്കുന്നതെന്ന് ജനം നോക്കാത്ത സ്ഥിതി വരും. തളിക പോലുള്ള വസ്തു നിരന്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ബന്ധം തകർക്കും വിധം മനുഷ്യൻ അതിൽ മുഴുകും. സാറ്റലൈറ്റ്, ഇന്റർനെറ്റ്, TV എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നു. വിശ്വാസികളെ ജനം നാണം കെടുത്തും, അങ്ങേയറ്റം പരിഹസിക്കും. വൈകൃതമുള്ള ആടിനേക്കാൾ വില കുറഞ്ഞവനായി വിശ്വാസി ഗണിക്കപ്പെടും. തലയിൽ പോലും ധരിക്കും വിധം സംഗീത ഉപകരണങ്ങൾ പെരുകും. തമാശയ്ക്ക് വേണ്ടി ആളുകളെ പരിഹസിക്കുന്നത് വ്യാപകമാവും. ഒരു ഗോത്രത്തിലെ തമ്മാടി അവരുടെ നേതാവാകും. ഒരു ജനതയിലെ ഏറ്റവും നീചൻ അവരുടെ നേതാവാകും. ഒരാളുടെ തിന്മയിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി അവൻ ആദരിക്കപ്പെടും. ജാരസന്തതികൾ പെരുകും. മുസ്ലിങ്ങളിൽ ചിലർ മദ്യം കുടിക്കുകയും അതിന് വേറെ പേര് പറയുകയും ചെയ്യും. സ്ത്രീകൾ പുരുഷന്മാരെ പോലെ വസ്ത്രം ധരിച്ചു നടക്കും. ചില സ്ത്രീകൾ വരും, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷെ നഗ്നരാണ്, അഥവാ ശരീരം വ്യക്തമായി മുയച്ചു കാണും. ഇസ്ലാമിക ഭാഷകൾ ഒന്നൊന്നായി തകർക്കപ്പെടും. ആദ്യം തകരുക മതവിധികളായിരിക്കും. ഏറ്റവും അവസാനം നിസ്കാരവും. പലിശ വേണ്ടാത്തവന് പോലും പലിശ ഇടപാടില്ലാതെ ജീവിക്കാൻ കഴിയാത്ത വിധം പലിശ വ്യവസ്ഥ വ്യാപകമാവും. എന്റെ ജീവൻ ഏതൊരു ദൈവത്തിന്റെ കയ്യിലാണോ ആ ദൈവം സത്യം. അന്ത്യനാൾ അടുത്തു വരുമ്പോൾ മക്കയിലേക്കുള്ള തീർത്ഥാടനം രാജാക്കന്മാർക്ക് വിനോദവും പണക്കാർക്ക് കച്ചവടവും സാധുക്കൾക്ക് അവരുടെ ഭൗതിക പ്രശ്നങ്ങൾ കാരണമായി മാറും. മുസ്ലിങ്ങൾ 73 വിഭാഗങ്ങളായി പിരിയും. ഇനി അന്ത്യനാളിന് ആ വലിയ അടയാളങ്ങളല്ലാതെ മറ്റൊന്നും പ്രത്യക്ഷപ്പെടാൻ ബാക്കിയില്ല.